ധർമ്മത്തിനു വേണ്ടി ചിറകെടുത്ത പക്ഷിശ്രേഷ്ഠൻ ജടായുവിന്റെ കഥ നിങ്ങൾക്കറിയാം. നമുക്ക് നോക്കിയാലോ. രാമായണത്തിലെ ഒരു ഉജ്ജ്വല കഥാപാത്രമാണ് ജടായു. സൂര്യന്റെ തേരാളിയായ അരുണന്റെ മകനും പക്ഷിശ്രേഷ്ഠനും ശ്രീരാമന്റെ പിതാവായ ദശരഥ മഹാരാജാവിന്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു ജടായു. രാമനും ലക്ഷ്മണനും സീതയും മുത്ത് വനവാസകാലത്ത് വഞ്ചവടിയിൽ താമസിക്കുമ്പോൾ ജടായു അവരെ പരിചയപ്പെടുകയും സീതയ്ക്ക് സംരക്ഷകനായി അവിടെ കഴിയാമെന്ന് വാക്കു നൽകുകയും ചെയ്തു. ശ്രീരാമൻ മായാമാനായ മാരീചന് പിന്നാലെ പോയ സമയത്താണ് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയത്. രാവണന്റെ പുഷ്പക വിമാനത്തിൽ നിലവിളിച്ചു പോകുന്ന സീതയുടെ ശബ്ദം കേട്ടാണ് ജടായു ഉണരുന്നത്. വൃദ്ധനായിരുന്നെങ്കിലും താൻ ദശരഥന് നൽകിയ വാക്കോർത്ത് ജടായു ആകാശത്തേക്ക് പറന്നുയർന്നു. ആധർമ്മിയാണ് നീ രാമപത്നിയെ എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജടായു രാവണന് നേരെ ഘോരമായി ഏറ്റുമുട്ടി. തന്റെ കൂർത്ത കൊക്കുകൊണ്ട് മൂർച്ചയേറിയ നഖങ്ങൾ കൊണ്ടും ജടായു രാവണന്റെ തേരും തേരാളിയെയും കുതിരകളെയും നിമിഷനേരം കൊണ്ട് തകർത്തെറിഞ്ഞു. രാവണന്റെ 10 ശിരസുകളിലും കൈകളിലും മുറിവുകളുണ്ടാക്കി. തന്റെ യാത്ര മുടങ്ങുമെന്ന് കണ്ട രാവണൻ കോപിഷ്ഠനായി. തന്റെ ദിവ്യാസ്ത്രമായ ചന്ദ്രഹാസം എടുത്ത് ജടായുവിന്റെ ചിറകുകൾ അരിഞ്ഞു. ചിറകുകൾ നഷ്ടപ്പെട്ട ജടായു ചോരയൊലിപ്പിച്ച് നിലം പതിച്ചു. സീതയെയും കൊണ്ട് രാവണൻ ലങ്കയിലേക്ക് യാത്രയായി. സീതയെ അന്വേഷിച്ചു വന്ന രാമലക്ഷ്മണന്മാർ കണ്ടത് ചോരയിൽ കുളിച്ച് മരിക്കറായി കിടക്കുന്ന ജടായുവിനെയാണ്. തന്റെ പിതൃതുല്യനായ ജടായുവിന്റെ അവസ്ഥ കണ്ട് രാമൻ ദുഃഖത്താൽ തളർന്നു. ജടായു തന്റെ അന്ത്യശ്വാസം നിലയ്ക്കുന്നതിനു മുമ്പ് രാമനോട് രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയതെന്നും അവർ തെക്ക് ദിശയിലേക്കാണ് പോയത് എന്നും പറഞ്ഞ് നിർണായകമായി വിവരം കൈമാറി. ധർമ്മത്തിനു വേണ്ടി പോരാടിയ ആ പക്ഷിശ്രേഷ്ഠന് സാക്ഷാൽ ശ്രീരാമന്റെ കൈകളാൽ തലോടലേറ്റ് മോക്ഷം ലഭിച്ചു. രാമൻ തന്റെ ജടായുവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്തു കൊടുത്തു. ധീരമായ ത്യാഗം ജടായുവിന് വെറും ഒരു പക്ഷിയായിരുന്നിട്ട് കൂടി ഭക്തിയുടെയും ധർമ്മബോധത്തിന്റെയും ഉത്താത്തമായ പ്രതീകമായി മാറ്റുന്നു. ഇപ്പോഴും കേരളത്തിൽ ചടയമംഗലത്ത് ജടായു വീണ സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.